അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UDFിൻ്റെ നേതൃത്വത്തിൽ ഇനി നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും. UDFിന് അതിന് പ്രാപ്തരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ഉണ്ട്. UDFിൻ്റെ ടീം വർക്കിൻ്റെ വിജയമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വലിയ വിജയം ജനങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉപേക്ഷിക്കാൽ അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ആ ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. നല്ലൊരു മന്ത്രിസഭ വരണം, ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലെത്തുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, ഹൈക്കമാൻഡ് കോൺഗ്രസിനാണല്ലോ അതിൽ അന്തിമമായിട്ടൊരു തീരുമാനം പറയേണ്ടത്. അത് ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം പറയുക. അപ്പോൾ ഞങ്ങൾ അവരോട് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയും. മനസ്സിലൊരു പേരുണ്ട്. +2 കഴിഞ്ഞ ആർക്കും ഹ്രസ്വകാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്നതും ആധുനിക ലോകക്രമത്തിൽ ഏറെ ജോലി സാധ്യതയുള്ളതുമായ മൊബൈൽ ഫോൺ ടെക്നോളജി പഠനത്തിന് നവീന രീതികൾ ആവിഷ്കരിച്ച് സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കുവാനും ആഗോള സംരംഭകരായി വളരുവാനും അനേകം പേർക്ക് വഴി തുറന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാറ്റങ്ങൾക്കൊപ്പമല്ല, മാറ്റങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, be one step ahead.